ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജുഗ്നു സ്പോട്ട്ലൈറ്റ്. ഇറ്റ്സ് മീ ജുഗ്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സന്തോഷമുള്ളൊരു വ്ളോഗായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കം ഹോം ബേക്കർ എൻ്റെ വീട്ടിലേക്ക് വന്നൊരു ഗിഫ്റ്റ് ഹാമ്പർ എന്നെല്ലാം പറയാം. ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഇതിൻ്റെ അകത്ത്. കീപ് വാച്ചിങ് ഗായ്സ്. ഇപ്പോൾ പറഞ്ഞു വന്നത് അത് പറഞ്ഞുതരാം. നല്ല മഴയല്ലേ, എന്താ മഴ, നല്ല അടിച്ചു വീത്തുന്ന മഴക്ക് ബിരിയാണി മാത്രമല്ല, മഴയും മധുരവും അതൊരു വേറെ വികാരമാണ്, ഒരു വേറെ വൈബൻ. നോക്കിയ കാറ്റും മഴയും കൊണ്ട് ചട്ടി വരെ വീണിട്ടുള്ളത്. നല്ല മഴ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് ഏകദേശം ഒരു മഗ്‌രിബിൻ്റെ ടൈമായി. അങ്ങനെ മഗ്‌രിബ് നിസ്കരിച്ച് ഓതെല്ലാം കഴിയുമ്പോൾ പെട്ടെന്ന് കോളിംഗ് ബെല്ലടിച്ച് പെട്ടെന്നൊരു സർപ്രൈസ്, ഒരു ഹാമ്പർ തന്നിട്ട് ആൾ പോയി. അതായത് നമ്മുടെ സബ്സ്ക്രൈബറെ ബ്രദറാന്ന് ഏൽപ്പിച്ചിട്ട് പോയത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നതൊന്നും. അപ്പോൾ ഈ ഹാമ്പറിനുള്ളിൽ എന്തെല്ലാം ഉള്ളതെന്ന് നോക്കുക. കാരണം ഞാനിത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു സബ്സ്ക്രൈബർ എന്താ പറയുക, ഇപ്പോൾ ഒരു ഫുഡ് ഹാമ്പറായിട്ട് വീട്ടിലേക്ക് കൊടുത്തിരുന്നത്. സത്യമല്ല, ഞാൻ പോയി കഴിക്കുന്നില്ല, എനിക്കിതുവരെ ഫുഡിൻ്റെ ഹാമ്പറൊന്നും ഇതുവരെ വീട്ടിലൊന്നും എത്തിയിട്ടില്ല. എല്ലാവർക്കും ഇങ്ങനെ എത്തിയെന്നെല്ലാം കാണുമ്പോൾ ഞാൻ വിളിക്കുന്നത് നമുക്കെല്ലാവരോ കൊണ്ടുതരാനെന്നെല്ലാം വിചാരിക്കും. നമ്മൾ പോയി തിന്നലേ ഉള്ളൂ, കൊണ്ടുതരുമോ എന്നെല്ലാം ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ അങ്ങനെ ആ ഒരു സ്വപ്നം എന്തായാലും പറയുക അങ്ങനെ ഞാനെന്താ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ആ ബോക്സിനുള്ളിൽ ഉണ്ടായതെന്നറിയാം, പിസയായിരുന്നു. അപ്പം നല്ല ബസ്സിനിരിക്കുന്ന സമയമാണ്. ഈ സമയമാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കില്ല. മരുവേന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇയാൾ ഫുഡെല്ലാം കഴിക്കും. അപ്പോൾ ഇത് കിട്ടിയത് നല്ല സന്തോഷമായി. നല്ല മഴയും പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാല, മഴയിൽ കഴിഞ്ഞേ ഇത് കൊണ്ടുത്തരുമ്പോഴേക്ക് പക്ഷേ ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പം പിസ്സ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ വൈസും ആ സോഫ്റ്റും ആ പിസ്സൻ്റെ ബേസും എല്ലാം നല്ല സോഫ്റ്റെല്ലാം ഉണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. ഇവിടെ ഫുഡ് നമുക്ക് സ്മെല്ലിൽ മനസ്സിലാവുമല്ലോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നല്ല. അങ്ങനെ വേറൊരു സാധനം ചിക്കൻ്റെ തന്നെ പിസ്സ, ഇതും ചിക്കൻ്റെ ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ പേരെന്ന് ഫത്തായർ. അത് ഞാൻ കഴിച്ചിന് തക്കാരത്തെല്ലാം പോലെ നമ്മളെ കണ്ണൂക്കാർത്ത് ഇല്ലാത്ത ഒരു സ്നാക്കും കാര്യങ്ങളും ലോകത്തുള്ള സ്നാക്ക് കഴിച്ചു കണ്ണൂക്കാർ വർക്കുണ്ടാവും ഇങ്ങനെയെങ്കിലായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബന്നിൻ്റെ സൈഡ് എന്ന് പറയുന്നത് കുറച്ചൊരു തിക്കുണ്ട്, പക്ഷേ നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാ അത് ഒന്നിച്ച് തന്നെ കൂട്ടിയിട്ട് കഴിക്കാൻ വെച്ച്. ഇതുപോലെ തന്നെ ക്യാപ്സിക്കും ചീസും ഇതുണ്ട്, നമ്മൾ മയോണീസല്ലേ, അതും ഇതിൻ്റെ അകത്തുണ്ട്. അതും മോശമില്ല, ടേസ്റ്റ് ഉണ്ട്. അടുത്ത സാധനമാണ് ലോഡഡ് ഫ്രൈസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസും ഉരുളക്കിഴങ്ങും ചിക്കന് ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഇടുക. ഇതാണ് ഏകദേശം ഇതിൻ്റെ റെസിപ്പി. പിന്നെ ഒറിഗാനോ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നല്ലോണം ചീസും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇളക്കി മറിച്ചിട്ട് ഇങ്ങനെ എടുക്കുക. അതാ നോക്കിയാൽ വെളിയിൽ നോക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചീസ് ഇങ്ങനെ വെലിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട്. അന്നേരം തിന്നുമ്പം തന്നെ നല്ലൊരു വായിൽ തന്നെ നമുക്ക് തിന്നാനുള്ള ഒരു ഇത് കിട്ടും. പിസയിലെല്ലാം ഇങ്ങനെ ചീസ് ഇങ്ങനെ വെലിഞ്ഞ് കിട്ടുമ്പോൾ അപ്പോൾ ഇതാ കണ്ണ് നിറച്ചും കണ്ടോളൂ. എനിക്ക് എൻ്റെ സബ്സ്ക്രൈബർ അയച്ചെന്ന ഗിഫ്റ്റ്. ഇതിൻ്റെ അകത്ത് ട്രസ്ലച്ചേഴ്സും പിന്നെ ഒരു ദംറൂദ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ദംറൂദ് എന്ന് പറയുന്നത് കണ്ണൂർ കേരളത്തിലൊന്നും കിട്ടൽ കുറവാണ്. അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നൊരു സാധനമാണ്. അതും ഇവർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ കഴിക്കുമ്പം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഇതെല്ലാം ഇങ്ങനെ ജസ്റ്റ് കണ്ടിട്ടല്ലോ. അപ്പോൾ പിസ്സയെല്ലാം ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുക്കലോ വീഡിയോ എടുക്കലെല്ലാം ആയിട്ട് മക്കൾക്കൊന്നും ക്ഷമയില്ല. പിസ്സയിലെല്ലാം കൊണ്ടുവച്ചിന് ക്ഷമ ഉണ്ടാവുക. ഓർക്കെല്ലാം സെർവ് ചെയ്ത് കൊടുക്കട്ടെ. അവർക്ക് മൂന്നാക്കും, സൽവാക്കും ഷെർഗിക്കും ആലിയക്കും അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവിടെ ഒന്ന് ചെന്നിരുന്നിട്ട് തിന്നോളൂ എന്നിട്ട് ഞാൻ ഒരു പ്ലേറ്റിൽ തന്നെ ഇടുന്നതെല്ലാം കൂടിയിട്ട്. അപ്പോൾ ഇതാണ് ലോഡഡ് ഫ്രൈസ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഉരുളക്കിഴങ്ങ് പൊരിച്ചതും ഉരുളക്കിഴങ്ങ് വേവിച്ചതും ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിച്ചിട്ടുള്ളതല്ലേ, അതും ചീസും. അവർ വെളിയുമ്പോൾ തന്നെ നല്ല അടിപൊളി സാധനമാണെന്ന് കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ മക്കൾക്ക് അങ്ങനെ തിന്നാൻ കൊടുത്ത് മക്കൾ എൻജോയ് ചെയ്യുന്നുണ്ട് പിസ്സയെല്ലാം.
അപ്പോൾ സിറാജ്ക്കാർക്ക് ഞാൻ കൊണ്ടു കൊടുക്കുമ്പോഴേക്ക് പിന്നെ ഏകദേശം എല്ലാവരും തിന്ന് എനക്കുള്ളതവിടെ വെച്ചിട്ട് കാരണം ഞാനൊന്ന് ജസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് പോയതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഉണ്ടെന്നും കൂടി പറയണ്ടേ. പിസ്സ നല്ല ടേസ്റ്റിൻ്റെ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനമാണ് ഇത്, ലോഡഡ് ഫ്രൈസ്. എന്തായാലും ഓർഡർ ചെയ്തിട്ട് ട്രൈ ചെയ്തേ പറ്റും, അത്രക്കും നല്ല അടിപൊളി ടേസ്റ്റ് ഇതിൻ്റെ. അത് ഞാൻ പിന്നെ തിന്ന കൂടുതൽ കൊപ്പിക്കാണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കാണിച്ചു തന്നെ, കാരണം അത്രക്ക് ടേസ്റ്റാണ്. ഇതാണ് ദംറൂദ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ദംറൂദ് എന്ന് പറഞ്ഞ സാധനം. ഇത് കാണുമ്പോൾ ഒരു കട്ടി പോലെ ഉണ്ട്, ഇതിങ്ങനെ തന്നെ ഉണ്ടാകുക. കാരണം ഞാൻ ആദ്യമേ കണ്ടുകൊണ്ട് എനിക്ക് ഈ സാധനം എങ്ങനെയാണെന്ന് അറിയാം. സിറാജ് ഖാൻ്റെ ഉമ്മാമാൻ്റെ സിസ്റ്റർ തമിഴ്നാട്ടിലാണ്, അപ്പോൾ ഓരോ അധികം കൊണ്ടുവരുത്തുണ്ട്. അപ്പോൾ അത് തന്നെ എങ്ങനെ തന്നെ ഉണ്ടായ സാധനം. ഇത് ഉണ്ടാക്കിയതിനെയും കാട്ടി പിറ്റത്തെ ദിവസം തിന്നാനാണ് ടേസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ടെക്സ്ചർ വൈസും കാണാനും എല്ലാം സെയിം. ഞാൻ കണ്ടുകൊണ്ട് എനിക്കറിയാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. സംഭവം സൂപ്പർ കേട്ടോ, അതേ ടേസ്റ്റ് അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അതേ ടേസ്റ്റ്. അപ്പോൾ ഇതും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ മോനെ. അപ്പോൾ ഇനി അടുത്ത സാധനം ട്രസ്ലച്ചസ്. ഇൻസ്റ്റാഗ്രാമിൽ ഓടിക്കളിക്കുന്നതെന്നല്ല പറയണോ, ഇതും കുനാഫിയും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാലും ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്തയക്കുമ്പോൾ ഒരു വേറൊരു ഫീലല്ലേ, അത് വൈബ് വേറെ. നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതും നമുക്ക് സ്നേഹത്തോടെ ഒരാൾ കൊടുത്തയച്ചിട്ട് നമ്മൾ കഴിക്കുന്നതും അത് വേറെ തന്നെ. അപ്പോൾ ഇന്ന് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കട്ടെ. കട്ട് ചെയ്യുമ്പം തന്നെ നല്ല കിടിലോ, നല്ല സോഫ്റ്റ് ഉണ്ട് കട്ട് ചെയ്യുമ്പം തന്നെ. മാഷാ അല്ലാ അടിപൊളി കേട്ടാ, നല്ല ഉണ്ട്. ട്രസ്ലച്ചസ് എന്ന് കേട്ട് പിന്നെ ചെവിൻ്റെ എന്താ പറയണ്ട അവസാനം കഴിഞ്ഞു. പക്ഷെ തിന്നാനും സൂപ്പർ. ഇതൊരു മസ്റ്റ് ട്രൈ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഞാൻ തിന്നുന്ന കണ്ടിട്ട് എല്ലാവരും ക്യൂ വന്ന് നിന്നിട്ടുണ്ട്, എന്താ ടേസ്റ്റ് നോക്കിയിട്ട്. അപ്പോൾ എല്ലാവരും മുഖഭാവത്ത് നിങ്ങൾ മനസ്സിലാക്കിയോ ഇതിന് ടേസ്റ്റ് ഉണ്ടോ, എങ്ങനെയാണ് ടേസ്റ്റ് എന്നല്ലോ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ കൊടുത്തയച്ചെന്ന് പറഞ്ഞിട്ടുള്ളൂ, അവരുടെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല. മച്ചു ബേക്സ് എന്നാണ് ഇവരുടെ പേജിൻ്റെ പേര്. അടിപൊളി സംഭവം. ഈ ബേക്കർ എന്ന് പറഞ്ഞത് +1 പഠിക്കുന്നതാണ്, പക്ഷേ ബേക്കറിന് ഒരു വയസ്സൊരു കാര്യമേ അല്ലാന്ന് ഈ ഒരു ഫുഡിലൂടെ തന്നെ തെളിയിച്ച്. അപ്പം മറക്കണ്ട കേട്ടാ, മച്ചു ബേക്സ് എന്ന് ഇവരെ പേജിൻ്റെ പേര്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, അതിലൂടെ തന്നെ ഓർഡറും ചെയ്യുക. ട്രസ്ലച്ചേഴ്സും ദംറൂദും പിന്നെ ലോഡഡ് ഫ്രൈസും മസ്റ്റ് ട്രൈ ചെയ്യട്ടാ. അപ്പോൾ എന്തായാലും പോയിട്ട് കാണുക. എനിവേ മച്ചു ബേക്സ് ഒരുപാട് സന്തോഷമായി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.